guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു homemade natural face wash ആണ്. So നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് എന്നും പറയുന്ന മാതിരി എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇതിനു മുമ്പ് എന്താണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ്, നമുക്ക് എങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്യേണ്ടത്, എത്ര ടൈം യൂസ് ചെയ്യണം, എങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ ആ മുഖം കഴുകുന്നത് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും നാച്ചുറൽ ഫേസ് വാഷാണ് രാവിലെ മുഖം കഴുകാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഹോംമെയ്ഡ് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, സ്ക്രബിങ് എഫക്റ്റിലേക്ക് യൂസ് ചെയ്യാം, സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. 3 in 1 ആണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഫേസ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫേസ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സഡ് ജാറിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചെറുപയറിൽ നമുക്കൊരു സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. സൺ ടാൻ ഉണ്ടെങ്കിൽ സൺ ടാൻ പോവും, ആക്നെ പ്രോബ്ലംസ് മാറും. പിന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ചെറിയൊരു തിളക്കം നമ്മുടെ മുഖത്ത് നല്ല നടത്തും. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അരിയാണ്. അരിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ഡാർക്ക് പാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും, ആക്നെ ഫൈറ്റ് ചെയ്യും, സൺ ടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഓട്സാണ്. അപ്പോൾ ഓട്സിലും ഇതേപോലെ ഓട്സ് നല്ലൊരു എക്സ്ഫോലിയേറ്ററാണ്, നല്ലൊരു സ്ക്രബിങ് എഫക്റ്റ് തരും. എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ ഹെൽപ്പ് ചെയ്യും, ആക്നെ ട്രീറ്റ് ചെയ്യും. ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, ഡെഡ് സ്കിൻസ് പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ 3 കൂടി ഇട്ടിട്ട് നന്നായിട്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ഡബ്ബയിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്തൂരി മഞ്ഞളും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആക്നെ പോകാൻ സഹായിക്കും, സൺ ടാൻ പോകാൻ സഹായിക്കും, ആക്നെ സ്കാർസ് പോകാൻ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ലോങ് റണ്ണിൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. 2-3 ദിവസം യൂസ് ചെയ്തിട്ട് ഇത് മാറുമെന്ന് വിചാരിക്കരുത്. കുറേ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം യൂസ് ചെയ്താലേ പതുക്കെ അതിൻ്റെ എഫക്റ്റ് കാണുള്ളൂ. കാരണം എല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്, അതുകൊണ്ട്. അപ്പം പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 5-6 ടീസ്പൂണോളം കടലമാവാണ്. കടലമാവ് നമ്മുടെ ആക്നെ ഫൈറ്റ് ചെയ്യും, സൺ ടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യും, ഡെഡ് സ്കിൻസ് പോകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു 5-6 ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച പൊടി ഒരു 3-4 ടീസ്പൂണോളം ചെറുപയറും ഓട്സും അരിയും കൂടെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് കുലുക്കിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ അളവ് ഒരു യെല്ലോയിഷ് ടിൻറ്റ് തരും നമ്മുടെ മുഖത്ത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഞാൻ ഇനി ഒന്ന് മുഖം അത് വെച്ചിട്ടൊന്ന് കഴുകി കാണിച്ചു തരാം. നല്ല ക്ലീൻ ഫേസ് ആവും കേട്ടോ. രാവിലെ എണീറ്റ് ഇത് വെച്ച് മുഖം കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഹെവി ഫേസ് വാഷ് അല്ല, ഭയങ്കര ഫോമിങ് ഫേസ് വാഷ് അല്ല, നല്ല നാച്ചുറൽ ഫേസ് വാഷാണ്. മുഖം നല്ല ക്ലീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് കയ്യിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് എടുക്കുകയാണ്. വെള്ളം കൊണ്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മിക്സ് ചെയ്യാം. ഹണി, തൈര്, ലെമൺ ജ്യൂസ്, തക്കാളി നീര്, അലോവേര, പാല് എന്ത് വെച്ചിട്ട് വേണമെങ്കിലും മുഖം കഴുകാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം കൊണ്ട് തന്നെ മുഖം ഒന്ന് കഴുകിയിട്ട് വെള്ളം കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മുഖത്തൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് ഒരു 60 സെക്കൻഡ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്, മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷായിട്ട് വരും കേട്ടോ രാവിലെ. ഞാൻ രാത്രി നൈറ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ പോകാനും നമുക്ക് വലിയ പൊടിയും ഇതൊന്നുമില്ലല്ലോ. അപ്പോൾ അത് വെച്ച് മുഖം കഴുകുമ്പോൾ നല്ല ഫ്രഷ് എഫക്റ്റ് കിട്ടും. കണ്ടോ, നല്ല ഫ്രഷായിട്ട് ഞാൻ മുഖം ഒന്ന് തുടച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരു ടവലുണ്ട്. അപ്പം ഇതാണ് എൻ്റെ മുഖം. ഞാൻ മേക്കപ്പ് ഒന്നുമില്ല, ബേസ് സ്കിന്നാണ് ഇതിൻ്റെ. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ ഫേസ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഉപയോഗിച്ച് നോക്കണം, ഇത് വെച്ച് മുഖം കഴുകി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും നല്ല സൂപ്പർ എഫക്റ്റീവ് റിസൾട്ട് വരുന്നതാണ്. നാച്ചുറൽ ഫേസ് വാഷാണ്, ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അതിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്തു. പണ്ടുള്ളവർ യൂസ് ചെയ്യുന്നതാണ് കടലമാവ്, ചെറുപയറൊക്കെ. പക്ഷേ ഓട്സിലും അരിയിലും ഒക്കെ നിറയെ ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും
ഈ ഒരു ഫേസ് വാഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാച്ചുറൽ ഫേസ് വാഷാണ്. നമ്മുടെ മുഖത്തുള്ള ആക്നി സ്കാർസിനും ആക്നിക്കും സൺ ടാനിനും ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യാനും ചെറുതായിട്ട് തരിതരിയായിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ലൊരു സ്ക്രബിങ് ഇഫക്റ്റിലും അതേമാതിരി കുറച്ച് ഒരു 5-10 മിനിറ്റ് നമ്മുടെ മുഖത്ത് നല്ല തിക്കായിട്ട് ഒരു പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫേസ് മാസ്ക് ആയിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.